ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ജഗനെ ജയിലിലേക്ക് തന്നെ തട്ടി എറിഞ്ഞവളല്ലേ നീ? ഇനി എന്താടി നമ്മൾ തമ്മിലുള്ള ബന്ധം? കടക്കടി പുറത്ത്. ദിയമോളുടെ അച്ഛന്റെ ഘാതകനായ ജഗൻ തന്നെ അവളുടെ അച്ഛൻ ചമഞ്ഞ് നടക്കുകയല്ലായിരുന്നു ഇതുവരെ. സമൂഹത്തിന്റെ കണ്ണിൽ പൊടിയിട്ട് നടക്കുന്ന ഒരു മാന്യൻ, ആദർശവാദി. പൂട്ട് വീണില്ലേ അവന്? അവനെ ഭർത്താവാക്കി തലയിലേറ്റി നടന്ന വന്ദനയ്ക്കും കിട്ടിയില്ലടാ 8ന്റെ പണി. നിയമത്തിന്റെ കണ്ണ് വെട്ടിച്ച് നടക്കുന്ന സാമൂഹ്യ വിരുദ്ധനാ ജഗൻ. അവൻ അർഹിക്കുന്ന പരമാവധി ശിക്ഷ തന്നെ അവന് കിട്ടിയിരിക്കണം. എന്താ സാഗറെ, ഞാൻ പറഞ്ഞതൊന്നും സാഗറിന് പിടിച്ചില്ലേ? അല്ല, അത് പിന്നെ. ഏത് പിന്നെ? സാഗറിന്റെ ഉറ്റ സുഹൃത്തല്ലേ കരുണാകരക്കുറുപ്പ്. അയാളാണ് ഈ കളികളൊക്കെ കളിച്ചത്. ദിയമോളെ നമുക്ക് കിട്ടാത്ത അവസ്ഥ ഉണ്ടാക്കിയത് അയാളാണ്. കുറുപ്പിന്റെ തനിനിറം ഇപ്പൊ മനസ്സിലായില്ലേ? വിശ്വസിക്കരുത് അയാളെ. ഇനി ദിയമോളെ നമുക്ക് ഏറ്റെടുക്കണം. അവളെ സ്വന്തം മോളായിട്ട് എനിക്ക് സംരക്ഷിച്ച് വളർത്തണം. അതിനു വേണ്ട നിയമ നടപടികൾ ഉടനെ തുടങ്ങണം. എന്താ? അതെ, അങ്ങനെയാവാം. ദിയമോളുടെ അപ്പച്ചിയായ ഞാൻ ഇനി അവൾക്ക് അമ്മയാവണം. അവൾക്ക് അവകാശപ്പെട്ട സ്വത്തുക്കൾ അവളുടെ പേരിൽ തന്നെ വ്യവസ്ഥ ചെയ്യണം. മക്കളില്ലാത്ത എനിക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ നന്മ, രാജീവേട്ടന്റെ ആത്മാവിനെ തൃപ്തിപ്പെടുത്താൻ കഴിയുന്ന ഏറ്റവും വലിയ പുണ്യം, അത് ഞാൻ ചെയ്തിരിക്കും. അവളുടെ ഒരു ദിയമോള്. എന്തിനാ വന്ദനമ്മേ നമ്മള് വീണ്ടും ഇങ്ങോട്ട് വന്നത്? ഇന്നും കൂടെ മാത്രമേ ഉള്ളൂ മോളെ ഇങ്ങോട്ടുള്ള വരവ്. മോളെ, ഞാൻ വരുന്നില്ല. അതെന്താ? എന്റെ അച്ഛനെ കൊന്ന ആളുടെ വീടല്ലേ, ഞാൻ വരുന്നില്ല. മോളെ, നമ്മളിവിടെ സ്ഥിരതാമസത്തിന് വന്നൊന്നുമല്ല. നമ്മുടെ കുറച്ച് സാധനങ്ങൾ എടുക്കാനുണ്ടായിരുന്നു, അതെടുത്തിട്ട് നമുക്ക് പോവാം. മോള് വാ. ദാ. മോളെ, നിക്കേ. എന്താ? താലി കെട്ടിയവനെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തിയിട്ട് ആരോടൊപ്പം പൊറുക്കാനാടി നീ ഇങ്ങോട്ട് വന്നത്? ഇനി നിനക്ക് ഇവിടെ എന്താടി അവകാശം? അവകാശം സ്ഥാപിക്കാൻ വന്നൊന്നുമല്ല. എന്റെ കുറച്ച് സാധനങ്ങൾ എടുക്കാനുണ്ട്, അതെടുത്തിട്ട് ഞങ്ങൾ പോയിക്കോളാം. വേണ്ട, അതിന്റെ പേര് പറഞ്ഞ് നിന്റെ ഈ തൃക്കാലി വീട്ടിൽ പതിയാൻ ഞാൻ അനുവദിക്കില്ല. നിന്റെ സാധനങ്ങളൊക്കെ ചുട്ട് കരിക്കുന്നുണ്ട് ഞാൻ. എന്നിട്ട് ആ ചാരം കവറിലിട്ട് കൊറിയർ അയച്ചേക്കാം. ഈ അസത്ത് ജന്മത്തിൽ കുറി വരയ്ക്കാൻ. എന്റെ കുഞ്ഞിനൊന്നും പറഞ്ഞു പോകരുത്. പറഞ്ഞാൽ അപ്പച്ചി. അപ്പച്ചിയോ? എടി, നിന്നെപ്പോലെടുത്ത് എന്റെ മുന്നിൽ വന്ന് പഞ്ചപുച്ഛ മടക്കി വാവത്തി നിൽക്കേണ്ടവളാ. അങ്ങനെയുള്ള നീ ചുളുവിന് എന്റെ ആങ്ങളുടെ മോന്റെ ഭാര്യയായി. എടി, അതുകൊണ്ടല്ലേ എടി തമ്പുരാട്ടിന്ന് വിളിക്കേണ്ടടുത്ത് നീ എന്നെ അപ്പച്ചിന്ന് വിളിക്കാൻ തുടങ്ങിയത്? ജഗനെ ജയിലിലേക്ക് തന്നെ തട്ടി എറിഞ്ഞവളല്ലേ നീ? ഇനി എന്താടി നമ്മൾ തമ്മിലുള്ള ബന്ധം? കടക്കടി പുറത്ത്. വന്ദനമ്മേ, ദിയമോൾക്ക് പേടിയാന്ന്. വന്ദനമ്മേ, നമുക്ക് പോവാം.
പുറത്തേക്ക് പോയില്ലെങ്കിലോ? പോയില്ലെങ്കിൽ നിന്നെ വിടടി. എന്താ മകനെ രക്ഷിക്കാൻ കൊലപാതക രഹസ്യം മറച്ചു വെച്ച ഒരു അച്ഛൻ എനിക്ക് മനസ്സിലാവും. പക്ഷെ അതേ മകനൊരു ഭാര്യയുണ്ടെന്ന് എന്തുകൊണ്ട് ഓർത്തില്ല? അപകടം നടന്ന് വർഷങ്ങളായിട്ടും സൂക്ഷിച്ചു വെച്ച രഹസ്യം വൈകിയ വേളയിൽ എന്തിനാ വെളിപ്പെടുത്തിയേ? ജഗനുമായൊരു ജീവിതം കൊതിച്ചവളാ ഞാൻ. എന്തിനാ ഞങ്ങളെ തമ്മിൽ വേർപ്പെടുത്തിയേ? ഒരുപാട് രഹസ്യങ്ങൾ ഒളിപ്പിച്ച ശീലമുള്ള ആൾക്ക് ഇതൊന്നും ഒളിപ്പിച്ച പോരായിരുന്നോ? ആരും അറിയാതെ ജീവിത അവസാനം വരെ. മനഃപൂർവ്വമായിട്ട് എന്റെ മുൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല. ഒരച്ഛൻ എന്ന നിലയിലും രാഷ്ട്രീയക്കാരൻ എന്ന നിലയിലും മനഃപൂർവ്വമല്ലാത്ത നരഹത്യ ഒളിച്ചു വെച്ചത് തെറ്റാണെന്നും തോന്നിയിട്ടില്ല. കൂടുതൽ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം പറയാനുള്ള മാനസികാവസ്ഥയിലുമല്ല. പിന്നെ വന്ദന വന്നത് എന്തിനാണെന്ന് വെച്ചാൽ അത് ചെയ്യാനുള്ള സ്വാതന്ത്ര്യവുമുണ്ട്. അതിവിടെ ആരും തടയില്ല. ആരും. മോളെ